ഒമ്പതാം ക്ലാസ്സിൻ്റെ ഓൺലൈൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പതാം ചാപ്റ്ററിലെ പാർട്ട് 2 ഫസ്റ്റ് ചാപ്റ്ററായ ദ ജംഗിൾ എയർ ക്രാഷ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് ചെയ്യുന്നത്. ദ ജംഗിൾ എയർ ക്രാഷ് എന്നുള്ളതിൻ്റെ രണ്ടാം ഭാഗമാണ് ചെയ്യുന്നത്. ഒന്നാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു ജൂലിയാനെ കൊപ്പയ്ക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിമാനം പൊട്ടിത്തകർന്ന് ഒരു കാട്ടിൽ വീഴുന്നു. ബാക്കി ആരെയും കാണാനില്ല. കാട്ടിലൂടെ അവൾ യാത്രയായി. അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ആ കാട്ടിൽ ഒരുപാട് പ്രതിസന്ധികൾ ജൂലിയാനെ കൊപ്പയ്ക്ക് അനുഭവിക്കുകയാണ്. ഇതാണ് ജൂലിയാനെ കൊപ്പയ്ക്ക്. വിമാനം തകർന്ന് അവൾ ഒറ്റയ്ക്ക് ഒരു കാട്ടിൽ എത്തി. ഇനി അവൾ ആ കാട്ടിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്നു, അതോ രക്ഷപ്പെടുമോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലിയാനെ പറയുന്നു, ബട്ട് ഐ ഹാഡ് ടു സ്റ്റേ നിയർ ദ സ്ട്രീം, നിയർ ഓർ ഇൻ ദ സ്ട്രീം. എനിക്ക് എവിടെയാണ് തങ്ങേണ്ടി വന്നത്? എനിക്ക് എവിടെ തങ്ങേണ്ടി വന്നു എന്നാണ് പറയുന്നത്? അരുവിയുടെ അടുത്ത് എനിക്ക് തങ്ങേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അരുവിയിലോ അരുവിയുടെ അടുത്തോ എനിക്ക് തങ്ങേണ്ടി വന്നു. ഇറ്റ്സ് ബാങ്ക്സ് വെയർ ഓവർഗ്രോൺ. അവൾ നദീതീരത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൾക്ക് കാണാൻ സാധിച്ച കാര്യം എന്തായിരുന്നു? ഇറ്റ്സ് ബാങ്ക്, അതെ, നദിയുടെ തീരങ്ങളിൽ വെയർ ഓവർഗ്രോൺ, അവിടെ ഒരുപാട് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. വിത്ത് ടാങ്കിൾഡ് വൈൻസ്, കെട്ടിപ്പിണഞ്ഞ വള്ളിച്ചെടികൾ ഒരുപാട് വളർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. മേക്കിംഗ് എവറി സ്റ്റെപ്പ് ആർഡസ്, അവൾ നടക്കുന്ന ഓരോ സ്റ്റെപ്പും കഠിനമായി മാറിയിരിക്കുന്നു. നടക്കുന്ന പാതയിൽ ഒരുപാട് മരങ്ങളും ഒരുപാട് ചെടികളും വള്ളിച്ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് അവളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സംടൈംസ്, അവൾ പറയുന്നു, ചില സമയങ്ങളിൽ ഐ ഹാഡ് ടു വെയ്ഡ് ത്രൂ ദ വാട്ടർ ബിക്കോസ് ഹ്യൂജ് റോട്ടഡ് ട്രീ ട്രങ്ക്സ് ബാർഡ് എനിവേ. ചില സമയത്ത് അവൾക്ക് വെള്ളത്തിലൂടെ തുഴഞ്ഞു പോകേണ്ടുന്ന ഒരു സാഹചര്യം വരികയാണ്. അഥവാ പുഴയിലൂടെ അരുവികളിലൂടെ അവൾക്ക് നടക്കേണ്ടി വരികയാണ്. അരുവികളിലൂടെയും പുഴകളിലൂടെയും വെള്ളത്തിലൂടെ നടക്കുന്നതിനെയാണ് നമ്മൾ വെയ്ഡ് എന്ന് പറയുന്നത്. അതിന് കാരണം അവൾ പറഞ്ഞിട്ടുണ്ട്. ഈ പുഴയിലൂടെയൊക്കെ നടക്കുന്നതിൻ്റെ കാരണം റോട്ടഡ് ട്രീ, അതെ, അവിടെ കേടുവന്ന അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ മരത്തിൻ്റെ കൊമ്പുകൾ ബാർഡ് മൈ വേ. ജൂലിയാനെ കൊപ്പയ്ക്ക് കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് മരങ്ങൾ, വലിയ വലിയ മരങ്ങൾ അവളുടെ മുന്നിൽ വീണ് കിടക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് ഇത് വീണ് കിടക്കുന്നത് കൊണ്ട് ഈ മരങ്ങളെല്ലാം ചീഞ്ഞിട്ടുണ്ട്. റോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടുവന്നു, ചീഞ്ഞു എന്നതൊക്കെയാണ് അർത്ഥം വരുന്നത്. അത് അവളുടെ മുന്നോട്ടുള്ള യാത്രയെ എന്താക്കി മാറ്റി? ബാർഡ്, തടസ്സമാക്കി. ബാർഡ് മൈ വേ എന്ന് പറഞ്ഞാൽ എൻ്റെ വഴിയെ അത് തടസ്സമാക്കി. ഇറ്റ് വാസ് സ്ലോ ഗോയിങ്, അതുകൊണ്ട് എൻ്റെ യാത്ര എങ്ങനെയായിരുന്നു? സാവധാനത്തിലുള്ള ഒരു യാത്രയായിരുന്നു, അല്ലെങ്കിൽ സാവധാനത്തിലുള്ള ഒരു പോക്കായിരുന്നു. നൈറ്റ്സ് ഇൻ ദ ജംഗിൾ ആർ അട്രാക്റ്റീവ് ഓൺലി ഇൻ ഫിലിംസ്. ജൂലിയാനെ പറയുന്നു, സിനിമകളിലെ രാത്രി മാത്രമാണ് അട്രാക്റ്റീവ്, മനോഹരം എന്ന് പറയുമ്പോൾ സിനിമയിലെ രാത്രി വളരെ മനോഹരമാണ്. ഇൻ റിയൽ ലൈഫ് ദേ ആർ ത്രെട്ടണിങ്. യഥാർത്ഥ ലൈഫിലെ രാത്രി എന്ന് പറയുന്നത് ഭീകരമാണ് എന്ന് പറയുന്നു. ദർ വാസ് ആൾവേസ് റെസ്ലിംഗ് സംവെയർ. എവിടെ നിന്നോ ഒരു മർമ്മര ശബ്ദം ജൂലിയാനെ കേൾക്കുന്നു. റെസ്ലിംഗ്, മർമ്മര ശബ്ദം. എന്താ റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ? മർമ്മര ശബ്ദം. എവിടെ നിന്നോ, സംവെയർ എന്നാണ് പറഞ്ഞത്, സ്ഥലം അറിയില്ല. അതുകൊണ്ടാണ് എന്തുപയോഗിച്ചിരിക്കുന്നത്? സംവെയർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സംതിങ് വാസ് ക്രോളിങ് ഓവർ മൈ ലെഗ്സ്. പെട്ടെന്ന് ജൂലിയാനെ മനസ്സിലാക്കുന്നു, എന്തോ ഒന്ന് തൻ്റെ കാലിലൂടെ കയറുന്നതായിട്ട് ജൂലിയാനയ്ക്ക് തോന്നി. അത് എന്തായിരുന്നു? ടെറാൻറ്റുല. അതെന്തായിരുന്നു? ടെറാൻറ്റുല, ഒരു എട്ടുകാലിയായിരുന്നു എന്നാണ് പറയുന്നത്. ഈവൻ ദ എയർ സീംഡ് പോയിസൺഡ് ബൈ ഡിക്കേയിങ് ട്രീസ്.
ആ കാട്ടിലെ വായുവിന് പോലും എന്ത് തോന്നി എന്നാണ് പറയുന്നത്, വിഷമുള്ളതായിട്ട് തോന്നി എന്ന് പറയുന്നു. ഈവൻ ദ എയർ സീംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി, പോയിസൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമുള്ള. ബൈ ഡിക്കേയിങ് ട്രീസ്, വായു പോലും എന്താണെന്നാണ് പറയുന്നത്, ചീഞ്ഞ മരങ്ങൾ കൊണ്ട്. അതായത് കാടാണ്, പുഴയുടെ തീരത്ത് ഒരുപാട് മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട് വെള്ളത്തിൽ. ആ വെള്ളത്തിൽ വീണ് കിടക്കുന്ന മരങ്ങൾ ചീഞ്ഞ് അല്ല കേട് വന്ന് അളിഞ്ഞ് ഒരു ദുർഗന്ധം അവിടെ ഉണ്ടാവുകയാണ്. അത് കാട്ടിലെ വായുവിനെ മലിനമാക്കി, ആ വായുവിനെ മലിനമാക്കി എന്ന് പറയുന്നു. അങ്ങനെ ഐ സ്ലപ്റ്റ് ഫിറ്റ്ഫുള്ളി, അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, അസ്വസ്ഥതയോട് കൂടിയിട്ട് അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. ആ ദിവസം ജൂലിയാന കൊപ്പയ്ക്ക് കാട്ടിൽ വീണ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഓൺ ദ തേർഡ് ഡേ, മൂന്നാമത്തെ ദിവസമാണ്. ഐ ഹേർഡ്, ഞാൻ കേട്ടു. എന്താണ് ഐ ഹേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു. വൾച്ചേഴ്സ്, എന്താ വൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കഴുകൻ. എന്താ വൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കഴുകൻ്റെ ശബ്ദം ഞാൻ കേട്ടു. വേർ ദർ ആർ വൾച്ചേഴ്സ്, അവിടെ ഒരുപാട് കഴുകന്മാരുണ്ട്. ദർ ആർ യൂഷ്വലി ബോഡീസ്, കഴുകന്മാരുടെ ശരീരം, മൃതശരീരം ഈ കാട്ടിൽ കാണാൻ സാധിക്കുന്നു. ഐ കെയിം അപ്പോൺ എ പീസ് ഓഫ് എയ്റോപ്ലെയിൻ ഫ്യൂസിലേജ്, അപ്പോഴാണ് ഞാൻ യാദൃശികമായിട്ട് കണ്ടുമുട്ടി. കെയിം അപ്പോൺ, യാദൃശികമായിട്ട് കണ്ടുമുട്ടി. എന്താണ് കണ്ടുമുട്ടിയത്? എ പീസ് ഓഫ് എയ്റോപ്ലെയിൻ, എയ്റോപ്ലെയിനിൻ്റെ ഒരു ചെറിയ ഭാഗം, അത് ഫ്യൂസിലേജ്, എയ്റോപ്ലെയിനിൻ്റെ ഫ്യൂസിലേജ് എന്ന് പറയുന്ന ഒരു ഭാഗം അത് അവൾ ആ കാട്ടിൽ കണ്ടെത്തി എന്ന് പറയുന്നു. ആൻഡ് സോ ട്വിസ്റ്റഡ് കേബിൾസ്, അതെ വിമാനത്തിൻ്റെ കേബിളും അവൾ കണ്ടെത്തി. വളഞ്ഞിരിക്കുന്ന, ട്വിസ്റ്റഡ് എന്ന് പറയുന്നതാണ്, വളഞ്ഞിരിക്കുന്ന വയറുകളും അവൾ കാട്ടിൽ നിന്ന് കണ്ടെത്തി. ദ പ്ലേസ് സ്റ്റാങ്ക് ഓഫ് ബ്രൂട്ടൽ ഫ്യുവൽ, ആ സ്ഥലം, ഇപ്പോൾ അവൾക്ക് ആ വയറ് കിട്ടിയ ആ സ്ഥലത്ത് എന്താണ്, സ്റ്റാങ്ക്, കുത്തിക്കയറുന്ന മണമുണ്ട്. എന്ത് സ്റ്റാങ്ക് എന്ന് പറഞ്ഞാൽ കുത്തിക്കയറുന്ന മണമുണ്ട്. എന്തിൻ്റെ മണമാണ്? ഓഫ് ബേൺഡ് ഫ്യൂവൽ, കത്തിയ ഇന്ധനത്തിൻ്റെ സ്മെല്ല് അവിടെ ഉണ്ടായിരുന്നു. ബട്ട് എന്നാൽ ഐ കുഡ് ഫൈൻഡ് നോ സർവൈവേഴ്സ്, എനിക്ക് വിമാനത്തിലെ ദുരന്തത്തിൽപ്പെട്ട അതിജീവിച്ച ഒരാളെയും എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചില്ല. ഐ കുഡിൻറ്റ് ഫൈൻഡ്, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നോ സർവൈവേഴ്സ് എന്നാണ് പറഞ്ഞത്. അതായത് ഈ അപകടത്തെ തരണം ചെയ്ത ഒരാളെയും കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നു. ഡ്യൂറിങ് ദ ആഫ്റ്റർനൂൺ, അങ്ങനെ വൈകുന്നേരമായി. ഐ ഹേർഡ് ദ നോയ്സ് ഓഫ് എയർക്രാഫ്റ്റ് എൻജിൻസ്, അപ്പോൾ വീണ്ടും വിമാനത്തിൻ്റെ ശബ്ദം ആര് കേൾക്കുന്നു? മറ്റൊരു വിമാനത്തിൻ്റെ ശബ്ദം ജൂലിയാനെ കേൾക്കുന്നു. ഐ ന്യൂ ഇറ്റ് വാസ് സെൻസ്ലെസ്, അവൾക്കറിയാമായിരുന്നു അർത്ഥശൂന്യമാണ്. ബട്ട് ഐ എല്ലഡ്, എന്നിട്ടും ഞാൻ എന്ത് ചെയ്തു? നിലവിളിച്ചു. എത്രയോ ഉയരത്തിൽ കൂടെ പോകുന്ന വിമാനമാണ്. ജൂലിയാനെ താഴെ നിന്ന് നിലവിളിക്കുകയാണ്, തന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ്, ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട്. വിമാനത്തിലേക്കുണ്ടോ കേൾക്കുന്നു? വിമാനം അത്ര ഉയരത്തിൽ കൂടെ അല്ല പോവുക, പിന്നെ അതിൻ്റെ സൗണ്ട് തന്നെ വലിയ സൗണ്ടാണ്. ആ സൗണ്ടിലൊന്നും ഇവളുടെ സൗണ്ട് കേൾക്കില്ല. പക്ഷേ രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു സാഹചര്യം കൊണ്ട് അവൾക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അവളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഓവർ ആൻഡ് ഓവർ അഗെയിൻ, വീണ്ടും അവൾ പറയുകയാണ്. അതാണ് വീണ്ടും എന്ന് പറയുന്നതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇവിടെ ഹെലോ എന്ന് വരാനുള്ള കാരണം. ദേ മസ്റ്റ് ഹാവ് ബീൻ ക്വയറ്റ് നിയർ, അവർ ഏതാണ്ട് അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. ദൗ ഐ നെവർ സോ ദം, അല്ല എന്നിട്ടും ഞാൻ അവരെ കണ്ടില്ല. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ദേ ഡിഡിൻറ്റ് സ്പോട്ട് മീ, അവർ എന്നെ കണ്ടെത്തിയില്ല. വിമാനം മേലെ കൂടെ പോകുമ്പോൾ ജൂലിയാന ഇപ്പോൾ എവിടെയാണ്? കാട്ടിലാണ്. കാട്ടിൽ ഉള്ള ഒരാൾ താഴെ കാണാൻ ബുദ്ധിമുട്ടാണ്, മരങ്ങളുടെ മുകൾ ഭാഗം മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. ബട്ട് ഐ വാസ് നോട്ട് ഡിസ്ഹേർട്ടൻഡ്, പക്ഷേ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിരുന്നില്ല? ഹൃദയം കൊണ്ട് തളർന്നില്ല. ആ വിമാനത്തിലെ ആളുകൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ള നിരാശയോട് കൂടിയിട്ട് നിരുത്സാഹപ്പെടുകയല്ല ചെയ്തത്. ഞാൻ ധൈര്യത്തോടു കൂടി ഐ കുഡ് വാക്ക്, വീണ്ടും ഞാൻ നടന്നുപോയി. ഐ വാസ് ഇൻ ഹംഗ്രി, എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. ആൻഡ് ഐ കുഡ് ഡ്രിങ്ക് ഫ്രം ദ ക്ലിയർ സ്ട്രീം, കാരണം വിശക്കുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്തിരുന്നത്? ആ നദിയിലെ വെള്ളം
കുടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നദി നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അവളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവളോട്, നമ്മൾ കാട്ടിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നദിയെ ലക്ഷ്യമാക്കി പോകണം. ആ നദി എവിടേക്കാണ് ഒഴുകുന്നത്, ആ ഒഴുകുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പോകണം. അവിടെ ആ ലക്ഷ്യസ്ഥാനം എത്തുമ്പോഴേക്കും ഏതെങ്കിലും മനുഷ്യർ അവിടെ ഉണ്ടായിരിക്കും, കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരിക്കും എന്ന് മാർത്ത ചിന്തിക്കുന്നു. ഓൺ മൈ ഫോർത്ത് ഡേ, അങ്ങനെ 4-ാം ദിവസം, മാർത്ത കാട്ടിലകപ്പെട്ടതിൻ്റെ 4-ാം ദിവസം, ഐ ഫിനിഷ്ഡ് ദ സ്വീറ്റ്സ്, ഞാൻ ആ മിഠായിയും തിന്നു തീർത്തു എന്ന് പറയുന്നു. ദ ഓൺലി നറിഷ്മെൻറ്റ് ഐ ഹാഡ്, ഐ വാസ് സ്വള്ളൻ ഫ്രം ദ സ്റ്റിങ്സ് ഓഫ് മോസ്കിറ്റോസ് ആൻഡ് ഹോഴ്സ് ഫ്ലൈസ്. അങ്ങനെ പിന്നീട് എൻ്റെ ശരീരത്തിൽ ആകെ ഒരു ഭാഗം മാത്രമേ നറിഷ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പരിപോഷിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ, വീർത്തിട്ടുള്ളൂ, തടിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. ആ തടിച്ച ഭാഗം, ഐ വാസ് സ്വള്ളൻ ഫ്രം ദ സ്റ്റിങ്സ്, എന്താണ്, എനിക്ക് എൻ്റെ ശരീരത്തിൽ പൊള്ളങ്ങളുണ്ടായി. സ്വള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിച്ച പൊള്ളം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചൊരു വേർഡാണ് സ്വള്ളൻ. ഫ്രം ദ സ്റ്റിങ് ഓഫ് മോസ്കിറ്റോസ്, അല്ലേ, അവിടെ ഒരുപാട് കൊതുകുകൾ ഉണ്ടായിരുന്നു, കാടാണ്. ആ കാട്ടിലെ കൊതുകുകളാണ്. ആ കാട്ടിലെ കൊതുകുകൾ കടിച്ചപ്പോൾ വലിയ പൊള്ളങ്ങൾ ഇവളുടെ ശരീരത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു. ഹോഴ്സ് ഫ്ലൈസ്, അതുപോലെ തന്നെ ഈച്ചകൾ, പ്രാണികൾ, ഇങ്ങനെ പലതും മാർത്തയെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, കടിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ പാടുകൾ, അതിൻ്റെ അടയാളങ്ങൾ, പൊള്ളങ്ങൾ ഇവളുടെ മേലിൽ ഉണ്ടായിരുന്നു. ഹിയർ ആൻഡ് ദെയർ, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്, എന്താ ഹിയർ ആൻഡ് ദെയർ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട്, ആർമീസ് ഓഫ് ആൻഡ്സ്, എന്താണ് പറഞ്ഞത്, ഉറുമ്പുകളുടെ ഒരു നിര തന്നെ, ഉറുമ്പിൻ പട്ടാളം തന്നെ, ഓൺ ദ മാർച്ച് ബ്ലോക്ക്ഡ് മൈ പാത്ത്, ഇവളുടെ സഞ്ചാരപാത തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത്. അല്ലെ, ഇവളുടെ സഞ്ചാരപാത തടസ്സപ്പെടുത്തി. മൈ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാത, ഞാൻ നടക്കുന്ന വഴി. ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സപ്പെടുത്തി. മാർച്ച് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് വരിയായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും, അതിനെയാണ് ഇവിടെ മാർച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്ട്രഗ്ലിങ്, പ്രയാസം അനുഭവിച്ചു കൊണ്ട് തന്നെ, ത്രൂ ദ ടാങ്കിൾഡ്, അതെ, ആ കെട്ടിപ്പിണഞ്ഞ അണ്ടർഗ്രോത്ത്, അല്ലെ, എന്താണ്, അടിയിൽ തഴച്ചു വളരുന്ന ഇവയെ എല്ലാം ഞാൻ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഐ കവേർഡ് ഓൺലി മിസറബിൾ ഫ്യൂ 100 meters an hour, അങ്ങനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഏതാണ്ട് ഞാൻ മിസറബിൾ എന്ന് പറഞ്ഞാൽ കവർ ചെയ്തു, അല്ലെ, അതിജീവിച്ചു. എന്താണ് അതിജീവിച്ചത്, ഓൺലി എ ഫ്യൂ 100 meters an hour, മണിക്കൂറിൽ, എന്താണ് പറഞ്ഞത്, ഒരു മണിക്കൂറിൽ മീറ്ററുകളോളം മാത്രമേ അവൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചുള്ളൂ. അതായത് കൂടുതൽ സമയവും കുറഞ്ഞ ദൂരവുമാണ് അവൾ യാത്ര ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, അപ്പോൾ സമയം ഒരുപാടുണ്ട്, പക്ഷെ സഞ്ചരിക്കുന്ന ദൂരം വളരെ കുറവാണ്. ഹൗവർ, എങ്ങനെയായാലും മൈ സ്ട്രീം, അല്ലെ, ആ അരുവി, എൻ്റെ അരുവി, ഡിഡ് റൺ ഇൻ ടു ലാർജർ റിവർ, അവൾ ശ്രദ്ധിച്ചു നദിയിലേക്ക്. നദി വീതി കൂടി എന്ത് ചെയ്യുന്നു, വലുതായി വരുന്നത് അവൾ ശ്രദ്ധിച്ചു. ആൻഡ് ഐ പ്രസ്ഡ്, അങ്ങനെ പ്രസ്ഡ് ഓൺ ഡൗൺ സ്ട്രീം, അങ്ങനെ ഇവൾ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്, അല്ലെ, ഈ നദീതീരത്തേക്ക് ഇവൾ ഇറങ്ങിച്ചെല്ലുകയാണ്. എലോങ് ഇറ്റ്സ് ബാങ്ക്സ്, അല്ലെ, ഈ നദീതീരത്തെ ലക്ഷ്യമാക്കി അവൾ നടന്നു പോകുന്ന സമയത്ത് ഐ സോ പാരറ്റ്സ്, ഞാൻ തത്തകളെ കണ്ടു. അതുപോലെ തന്നെ മങ്കീസ്, എന്താണ് പറഞ്ഞത്, കുരങ്ങന്മാരെ കണ്ടു. ഹമ്മിങ് ബേർഡ്സിനെ കണ്ടു. ആൻഡ് മെനി വെറൈറ്റീസ് ഓഫ് ടൈനി ഓർക്കിഡ്സ്, വ്യത്യസ്ത തരത്തിലുള്ള ഓർക്കിഡ് ചെടികളെയും ഞാൻ കണ്ടു. ആ ഓർക്കിഡ് ചെടികൾ ഗ്രോയിങ് ഓൺ ദ ട്രങ്ക്സ്, ആ ഓർക്കിഡ് ചെടിയുടെ കൊമ്പുകളിൽ, ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രങ്ക് എന്ന് പറഞ്ഞാൽ കൊമ്പുകൾ, ഗ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരുക. ആ ഓർക്കിഡ് ചെടികൾ ആ കൊമ്പുകളിൽ തഴച്ചു വളർന്നതും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് പറയുന്നത്.
അമേസിംഗ്ലി, അത്ഭുതം തന്നെയാണ്. ഐ വാസ് ഇൻ ഹംഗ്രി, എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഒരു വിശപ്പും തന്നെ ഉണ്ടായിരുന്നില്ല. ഐ റെസിസ്റ്റഡ്, എന്താണ്, ഞാൻ എതിർത്തിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ റെസിസ്റ്റഡ് എന്നാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എതിർത്തിരുന്നു. ഡെലീഷ്യസ് ലുക്കിംഗ് ഫ്രൂട്ട്, ആ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ മധുരമുണ്ട് എന്ന് തോന്നിക്കുന്നു ഒരുപാട് പഴങ്ങൾ ആ കാട്ടിൽ അവൾ കണ്ടു. പക്ഷേ അവൾ അതിനെ എതിർത്തു. ആ പഴങ്ങളൊന്നും അവൾക്ക് വേണ്ട. ബിക്കോസ്, അതെ, എന്തുകൊണ്ടാണ് മാർത്തയ്ക്ക് ആ പഴങ്ങൾ അവൾ കഴിക്കാതിരിക്കാൻ തയ്യാറായത് എന്നുള്ള ചോദ്യമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പറയാം, ഹിയർ മെനി തിങ്സ് ദാറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ. അതെ, കാട്ടിലെ പല വസ്തുക്കളും കാണാൻ, കായ്കൾ പ്രത്യേകിച്ച് പഴങ്ങളൊക്കെ പ്രത്യേകിച്ച് കാണാൻ വളരെ ഭംഗിയാണ്. ആൻഡ് ടെംപ്റ്റിംഗ് ആർ പോയിസണസ്, പക്ഷേ അതൊക്കെ വളരെയധികം എന്താണ്, വിഷം നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. ദ ജംഗിൾ ഈസ് ഫുൾ ഓഫ് ട്രാപ്സ്, കാട് എന്ന് പറയുന്നത് മുഴുവൻ എന്താണ്, അപകടങ്ങളാണ്, കെണികളാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബാറ്റിൽ ഫീൽഡ്, ശരിക്കും പറഞ്ഞാൽ കാട് എന്ന് പറയുന്നത് എന്താണ്, ഒരു യുദ്ധഭൂമിയാണ്. എന്താണ്, ഒരു യുദ്ധഭൂമിയാണ്. ഓൺ വിച്ച്, ആ കാട്ടിലെ റോട്ട് ആൻഡ് ഗ്രോത്ത് മാർച്ച് ഹാൻഡ് ഇൻ ഹാൻഡ്, അതെ, വളർച്ചയും യാത്രയും എന്താണ്, തൊട്ടടുത്ത് കൈയോട് കൈ പിടിച്ചാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ് പ്ലാന്റ്സ് ആർ കോമ്പീറ്റ്, അവിടെ ചെടികളെല്ലാം കൂടി മത്സരിക്കുകയാണ്. ഞാനാണ് വളരുക എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ കോമ്പീറ്റ് എന്ന് പറഞ്ഞാൽ മത്സരിക്കുക. അവിടെയുള്ള ചെടികൾ പരസ്പരം മത്സരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഉയരത്തിൽ അടുത്ത് ഞാനാണ് വളരുക എന്നുള്ളത്. അതാണ്, ആ മത്സരം കൊണ്ടാണ് കാടുകളിൽ തിങ്ങി നിറഞ്ഞ മരങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്റ്റീൽ സൺലൈറ്റ്, അതെ, ഈ വളരുന്ന മരങ്ങൾ ഈ സൂര്യപ്രകാശത്തെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രം ഈച്ച് അതർ, പരസ്പരം ഇവർ വെയിൽ കിട്ടാൻ വേണ്ടി പരസ്പരം വളഞ്ഞും തിരിഞ്ഞുമൊക്കെ വളരുന്ന കാഴ്ചകൾ കാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചോക്ക്, അതെ, ഈ മരങ്ങൾ ശ്വാസം മുട്ടിക്കുന്നു. ഈച്ച് അതർ, ഈ മരങ്ങൾക്ക് പരസ്പരം ശ്വാസം മുട്ടുകയാണ്. കാരണം ഒരു മരത്തിനോട് ചേർന്നിട്ടാണല്ലോ അടുത്ത മരം. ആൻഡ് ബീൻ ഹംഗ്രിലി, എന്താണ് പറഞ്ഞത്, അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, ആൻഡ് ദെൻ ഹംഗ്രിലി കൺസ്യൂം, അങ്ങനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ആൻഡ് ദെൻ അതിനുശേഷം ഹംഗ്രിലി കൺസ്യൂം ദ കഡാവേഴ്സ് ഓഫ് ദിയർ വിക്ടിംസ് ഇൻ ഓർഡർ ടു ലീവ്. അതെ, ഈ മരങ്ങളും ചെടികളും എന്ത് ചെയ്യുക, അതിജീവിക്കാൻ വേണ്ടി, പരസ്പരം ജീവിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ദ കഡാവർ, അവിടുത്തെ ജീവികളെല്ലാം തന്നെ അവരുടെ മറ്റുള്ള ജീവികളെ തിന്നുകയാണ്, സ്വയം എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദ ഓപ്പൺ വൂണ്ട് ഓൺ മൈ ഫൂട്ട്, അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ കാൽപാദത്തിൽ എന്തുണ്ടായിരുന്നു, ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറി ഓപ്പണാണ്, കെട്ടിയിട്ടില്ല, തുറന്നു വെച്ച ഒരു മുറിയായിരുന്നു. ആ മുറി വാസ് ഗെറ്റിംഗ് വേഴ്സ്, അതിൻ്റെ അവസ്ഥ, ആ മുറിയുടെ അവസ്ഥ കൂടുതൽ മോശമായി എന്ന് പറയുന്നു. ടു ഇൻഫെക്ഷൻ ബൈ ഇൻസെക്ട്സ്, അതെ, പ്രാണികൾ വന്ന് അണുബാധ ഉണ്ടാക്കി ആ മുറി കൂടുതൽ പഴുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എവറി ടൈം ഇൻ ദ ഫ്ലൈസ്, അതെ, ഓരോ സമയവും ഫ്ലൈസ് ടങ്, ഈച്ചകൾ അല്ലെങ്കിൽ പ്രാണികൾ ഇവളുടെ മുറിയിൽ വന്ന് കുത്തുന്ന ഓരോ സമയം ദേ വെയർ ലേയിങ് എഗ് ഇൻ മൈ വൂൺസ്, അതെ, ആ പ്രാണികൾ എൻ്റെ മുറിയിൽ വന്നിട്ട് മുട്ടയിടുകയാണ്. ഔട്ട് ഓഫ് വിച്ച് വെയർ ഹാച്ചിങ് മാഗോട്ട്സ്, അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ ആ ഇട്ട മുട്ട വിരിഞ്ഞിട്ട് അവിടെ വീണ്ടും എന്തുണ്ടാവുന്നു, മാഗോട്ട്സ്. എന്താ മാഗോട്ട്സ് എന്ന് പറഞ്ഞാൽ കൃമികൾ, ചെറിയ കൃമികൾ ഇവളുടെ മുറിയിൽ ഉണ്ടാവുന്നു. ഹെൽപ്ലെസ്ലി, നിസ്സഹായാവസ്ഥയോട് കൂടി ഐ വാച്ച്ഡ് ദം ഇൻ എമേർജ്, നിസ്സഹായാവസ്ഥയോട് കൂടി ഞാൻ നോക്കി അവയെ. ദം എമേർജ്, എൻ്റെ മുറിയിൽ നിന്നും പുഴുക്കൾ, പ്രാണികൾ, കൃമികൾ ഉയർന്നു നിൽക്കുന്നതായിട്ട് കണ്ടു. അവളുടെ മുറിയിൽ പുഴുക്കളെ അവൾ കണ്ടു എന്ന് പറയുന്നു. ഈച്ച് വൺ ഓഫ് ദം വാസ് എബൌട്ട് എ സെൻറ്റിമീറ്റർ ലോങ്, ഓരോ പുഴുക്കളും 1 സെൻറ്റിമീറ്റർ നീളമാണ് ഉള്ളത്. ദേ വെയർ ഈറ്റിംഗ് മീ എലൈവ്, ആ ജീവികൾ എന്നെ ജീവനോടെ തിന്നുകയായിരുന്നു. ഗോഡ് ഹെൽപ്പ് മീ, ദൈവമേ ഈ പുഴുക്കളിൽ നിന്നും ഈ അപകടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചാലും എന്ന് പറയുകയാണ്. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു, ദേ വിൽ
ആംപ്യൂട്ടേറ്റ്, അവർ എന്നെ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് കഴിക്കുകയാണ്. ഇഫ് ഐ എവർ സർവൈവ്, അല്ലേ? അപ്പോൾ അവൻ ഇനി ഞാൻ ഇതിനെ അതിജീവിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അവർ എന്ത് ചെയ്യും, എന്നെ തിന്നും എന്നാണ് പറയുന്നത്. ആംപ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛേദിക്കുക, മുറിക്കുക. ദേ വിൽ ആംപ്യൂട്ടേറ്റ്, അല്ലേ? ഇഫ് ഐ എവർ സർവൈവ്. അപ്പോൾ ഈ ജീവികൾ എന്നെ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്, ഛേദിക്കും അല്ലെങ്കിൽ മുറിക്കും എന്ന് പറയുന്നു. ദ റിവർ, അങ്ങനെ ആ നദി, ദാറ്റ് പെയിൻസ്റ്റേക്കിംഗ്ലി, അത് കഠിനമായി, എന്താ പെയിൻസ്റ്റേക്കിംഗ്ലി എന്ന് പറഞ്ഞാൽ കഠിനമായി, ഫോളോവുഡ് വാസ് വൈഡനിങ്, ഇവൾ ലക്ഷ്യമാക്കി നടക്കുന്ന ആ നദി കൂടുതൽ കൂടുതൽ വലുതായി അല്ലെങ്കിൽ വീതി കൂടി വരികയാണ്. വെനെവർ ഐ കുഡ് ഗെറ്റ് ഗുഡ് വ്യൂ എഹെഡ്, അങ്ങനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എനിക്ക് ഏറ്റവും നല്ല വീതിയുള്ള ഭാഗം കിട്ടുന്നോ അത് ലക്ഷ്യമാക്കി ഞാൻ പോവുകയാണ്. ഐ റിസ്ക്ഡ് സ്വിമ്മിങ്, അതെ, അങ്ങനെ വീതി കൂടിയ പുഴയായപ്പോൾ എനിക്ക് ആ പുഴ മുറിച്ച് കടക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഐ റിസ്ക്ഡ് സ്വിമ്മിങ്, പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഞാനൊന്ന് നീന്തി. ഇറ്റ് വാസ് ഫാസ്റ്റർ, അതെ, ആ വെള്ളത്തിന് വളരെയധികം ഒഴുക്കുണ്ടായിരുന്നു. ബിക്കോസ് ദ കറണ്ട് ക്യാരിഡ്, അതെ, ആ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, എന്താ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ക്യാരിഡ് മീ, എന്നെ കൊണ്ടുപോയി എന്ന് പറയുന്നു. വെള്ളത്തിലൂടെ ഒഴുകുന്ന ജൂലിയാനെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. അതെ, ആ ഒഴുക്ക്, ആ വെള്ളം എന്നെ എന്ത് ചെയ്യുന്നു, ഒഴുക്കി കൊണ്ടുപോകുന്നു. അങ്ങനെ ഓൺ ലാൻഡ്, ഞാൻ എവിടേക്ക് നീന്തിയെത്തി, ഒരു കരയിലേക്ക് നീന്തിയെത്തി. ഐ പിക്ക്ഡ് മൈ വേ, വീണ്ടും ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തു. അങ്ങനെ കെയർഫുൾ വാച്ച് വെയർ ഐ പുട്ട് മൈ ഫീറ്റ്, വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് കരയിൽ ഞാൻ എൻ്റെ കാല് കുത്തിയത്. കാരണം ദ റോട്ടിംഗ് ഫോലിയേജ്, അവിടെ വെള്ളം തട്ടി ചീഞ്ഞളിഞ്ഞ ഇലകൾ ഉണ്ടായിരുന്നു. ഫോളിയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലകൾ, അതായത് വെള്ളം ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ ഇലകൾ അവിടെ ചെയ്യും അല്ലെങ്കിൽ കേടുവരും, അല്ലേ? ചീഞ്ഞ ഇലകൾ ഉണ്ടായിരിക്കും. ആ ഇലകളിലേക്ക് അവൾ ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ചു. കാരണം കുഡ് കൺസീൽ എ സ്നേക്ക്, അല്ലെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു പാമ്പ്, അല്ലെങ്കിൽ എന്താണ്, പോയിസണസ് തോൺ, മുള്ളുകളോ പാമ്പുകളോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവൾ നിലത്ത് ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്, ബാക്ക് ക്രാബ്, ഞണ്ട് വരെ അവിടെ ഉണ്ടാകും. ഇഫ് യു ട്രെഡ് ഓൺ എ ക്രാബ് ഐ ടോൾഡ് മൈസെൽഫ് യു ആർ ഡൺ ഫോർ എന്ന് പറയാം. അപ്പോൾ അവൾ എവിടെ ചവിട്ടാനുള്ള സാധ്യത ഉണ്ട്, ആ ക്രാബിനെ ചവിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ക്രാബിനെ എങ്ങാനും ചവിട്ടിക്കഴിഞ്ഞാൽ അവളുടെ കാര്യത്തിൽ തീരുമാനമാവും. കാരണം ഈ പാമ്പാണെങ്കിലും അതുപോലെ തന്നെ ഞണ്ടാണെന്നുണ്ടെങ്കിലും ഇവയെ ചവിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചത് ഉപദ്രവിക്കും. അങ്ങനെ നമുക്കറിയാം ജൂലിയാനെ വെള്ളത്തിലൂടെ വീണ്ടും നീന്തി പോകുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വാക്കിംഗ് ഹാഡ് ബിക്കം പ്രോഗ്രസീവ്ലി ഹാർഡർ, അവളുടെ മുന്നോട്ടുള്ള യാത്ര വീണ്ടും കഠിനമായി തന്നെ തുടർന്നു എന്നാണ് പറയുന്നത്. ദ ലാക്ക് ഓഫ് ഫുഡ്, അവൾക്ക് ഭക്ഷണമില്ലായിരുന്നു. ആൻഡ് ദ ഹ്യൂമിഡ് 45 ഡിഗ്രീസ്, ചൂട് 45 ഡിഗ്രി ആയിരുന്നു. ആർദ്രത എത്രയായിരുന്നു, 45 ഡിഗ്രി ഹീറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് മെയ്ഡ് മീ വീക്കർ, അത് എന്നെ തളർത്തി എന്ന് പറയുന്നു. ദ റിവർ വാസ് നൗ സോ സ്വിഫ്റ്റ്, വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ദിശ ഇപ്പോൾ കൂടുന്നുണ്ട്. ദാറ്റ് ഐ കുഡ് നോ ലോങ്ങർ സ്വിം ഇൻ ഇറ്റ്, എനിക്കിപ്പോൾ വെള്ളത്തിലൂടെ നീന്താൻ കഴിയുന്നില്ല ഒഴുക്ക് കൂടിയത് കാരണം. ലേറ്റ് 1 ആഫ്റ്റർനൂൺ, അങ്ങനെ വൈകുന്നേരം, ഒരു വൈകുന്നേരത്ത് രാത്രി. ഐ വാസ് ലുക്കിംഗ് ഫോർ എ സ്പോട്ട് ടു ലൈ, കിടക്കാനുള്ള ഒരു സ്ഥലം ഞാൻ അന്വേഷിച്ചു. ഫോർ ദ നൈറ്റ്, രാത്രി കിടക്കാനുള്ള സ്ഥലം അന്വേഷിച്ചു. ഐ വാസ് ദ 10th ഡേ, അപ്പോഴേക്കും 10ാം ദിവസം ആയിരുന്നു എന്ന് പറയുകയാണ്. 10 ദിവസമായി. അസ് ഐ ലേറ്റർ റീകൺസ്ട്രക്റ്റഡ് ഇറ്റ്, അല്ലേ? അങ്ങനെ ഞാൻ മനസ്സിലാക്കി, എന്താണ് റീകൺസ്ട്രക്ട് ചെയ്തു, ഞാൻ പുനർചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപകടത്തിൽപ്പെട്ടിട്ട് ഇപ്പോൾ എത്ര ദിവസമായി, 10 ദിവസമായി. സഡൻലി ഐ സോ, പെട്ടെന്ന് മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ എന്ത് കാണുന്നു, ഒരു ബോട്ട് കാണുന്നു. ആ ബോട്ട് മൂറിഡ്, എന്താ മൂറിഡ് എന്ന് പറഞ്ഞാൽ ഹാൾട്ടാക്കിയിരിക്കുന്നു, നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. ഓൺ ദ റിവർ ബാങ്ക്, ഒരു നദീതീരത്ത് ഒരു ബോട്ട് നിർത്തിയിട്ടതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്.
ആൻഡ് ദർ വാസ് എ പാത്ത് ലീഡിങ്. ആ ബോട്ട് നിർത്തിയിട്ട് ആ ഭാഗത്തുനിന്ന് ഒരു പാതയുണ്ട്. എവിടേക്കായിരുന്നു ആ നടപ്പാത? ടു എ സ്മാൾ ഹട്ട്. അവിടെ ഒരു കുടിലുണ്ട് എന്ന് പറയുന്നു. ഐ എൻറ്റേർഡ്. ഞാൻ ആ കുടിലിലേക്ക് എത്തി. സോ ഓൺ ദ ഫ്ലോർ. അപ്പോഴാണ് നിലത്ത് ഞാൻ കണ്ടത് എ സ്മാൾ ഔട്ട് ബോർഡ് മോട്ടോർ കെയർഫുള്ളി. ബോട്ടിൽ വെക്കണ ഒരു മോട്ടർ ഈ കുടിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. റാപ്പിഡ് ഇൻ പ്ലാസ്റ്റിക്. അതൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു. റാപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി, മോട്ടർ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിട്ടുണ്ട്. ആൻഡ് എ ക്യാൻ ഓഫ് പെട്രോൾ. തൊട്ടടുത്ത് ഒരു കന്നാസ് നിറച്ച് പെട്രോളുണ്ട്. ക്ലിയർലി സംവൺ വുഡ് ബി കമ്മിങ് ബാക്ക്. ഈ മോട്ടറും ഈ പെട്രോളും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ആളുകൾ, ഇതിൻ്റെ ഓണർ തീർച്ചയായിട്ടും ഇവിടേക്ക് തിരിച്ചു വരും എന്ന് ജൂലിയാനെ മനസ്സിലാക്കി. ബട്ട് വെൻ, പക്ഷെ അവളുടെ ചോദ്യം എപ്പോഴായിരിക്കും ഈ ആളുകൾ ഇവൾ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് വരിക? ഐ ലേ ഡൗൺ ഓൺ ദ ഫ്ലോർ. അങ്ങനെ ആ കുടിലുള്ള ആ തറയിൽ അവൾ കിടന്നു എന്നാണ് പറയുന്നത്. സ്ലെപ്റ്റ് സ്റ്റഡിലി ഹെഡ് ബാഡ്ലി. മോശപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അവിടെ കടന്നു. ബിക്കോസ് ഐ കെപ്റ്റ് ലിസണിങ് ഇൻ ഹ്യൂമൻ വോയിസ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആളുകളുടെ ശബ്ദം കേൾക്കാൻ പറ്റി. ബട്ട് ഐ ഹേർഡ് ഓൺലി ദ സ്ക്രീമിങ് ഓഫ് ഡോങ്കീസ്. അവൾ മനുഷ്യന്മാരുടെ ശബ്ദം കേൾക്കണം എന്നാഗ്രഹിച്ചു, പക്ഷെ കേട്ടത് എന്തായിരുന്നു എന്നാണ് പറയുന്നത്? സ്ക്രീമിങ് ഓഫ് മങ്കീസ്. കുരങ്ങൻ അലറുന്നത്. സ്ക്രീച്ചിങ് ഓഫ് പാരക്കീറ്റ്സ്. പാരക്കീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു തത്തയാണ്. പാരക്കീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരത്തിലുള്ള പാരറ്റാണ്, വാലൊക്കെ ഉള്ള ഒരു തത്തയാണ്. നല്ല എന്താ പറയുക, വാലുള്ള ഒരു തത്തയാണ് പാരക്കീറ്റ്സ്. ആൻഡ് അതർ ടൈംസ്, മറ്റുള്ള സമയത്ത് സംതിങ് സീംഡ് ടു ബി മൂവിങ് ഔട്ട്സൈഡ് ഡേഞ്ചറസ്ലി നിയർ. എന്തോ ഒന്ന് പുറത്ത് വളരെ ശക്തമായിട്ട് പോകുന്നതായിട്ടും അവൾ ശ്രദ്ധിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ്, അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ, ഐ വാണ്ടഡ് ടു പുഷ് ഓൺ. ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെ, അന്നത്തെ രാത്രി അവൾ ഷെഡിൽ കിടന്നു. ആ പെട്രോളും ആ മോട്ടറും അന്വേഷിച്ചിട്ട് ഒരാളും അവിടെ വന്നതില്ല. ഇറ്റ് മൈറ്റ് ബി ഡേയ്സ്, ദിവസങ്ങളായി, ഈവൻ വീക്സ്, അങ്ങനെ ആഴ്ചകളായി. ദിവസങ്ങളും കഴിഞ്ഞു, ആഴ്ചകളും കഴിഞ്ഞു. അവൾ ആ കുടിലിൽ തന്നെ. ബിഫോർ ദ പീപ്പിൾ കെയിം ഫ്രം ദെയർ ബോട്ട്. ആളുകൾ അവരുടെ ബോട്ട് അന്വേഷിച്ച് വരുമ്പോഴേക്കും ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളൊക്കെ കഴിഞ്ഞു. ബട്ട് ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ടേക്ക് എ ബോട്ട്. ഇത്രയും ദിവസം ആഴ്ചകളും കഴിഞ്ഞിട്ട് എനിക്ക് അവരുടെ ബോട്ട് എടുക്കാമായിരുന്നു, പക്ഷെ ഞാനതെടുത്തില്ല. വിച്ച് ബിലോങ്ഡ് ടു സംവൺ എൽസ്. മറ്റൊരാളുടെ ബോട്ട് എങ്ങനെ ഞാനെടുക്കും? അത് അവരുടെ സമ്മതമല്ലാണ്ട്. ഹൗവർ ദ റെയിൻ വാസ് പെർഷ്യൂയിങ് ഡൗൺ അഗെയിൻ. വീണ്ടും മഴ പെയ്തു. സോ ഐ സ്റ്റേഡ് ഇൻ ദ ഹട്ട്. ഞാൻ എവിടെ തന്നെ നിന്നു? ആ കുടിലിൽ തന്നെ നിന്നു എന്ന് പറയുന്നു. ദെൻ ഐ ഹേർഡ് വോയിസസ്. അപ്പോഴാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. 3 men plunged ഇൻ ഫ്രം ദ ഡൗൺ വേപ്പർ. മഴ നനഞ്ഞിട്ട് 3 മനുഷ്യന്മാർ അവിടേക്ക് വന്നു. ആ കുടിലിലേക്ക് 3 മനുഷ്യർ വന്നു എന്ന് പറയുന്നു. വെൽ, നല്ലത്. വൺ ഓഫ് ദം എക്സ്ക്ലെയിംഡ് ഇൻ സ്പാനിഷ്. അവർ എന്നെ കണ്ടതും അവർ അത്ഭുതപ്പെട്ടു. എന്നിട്ട് അവർ എന്നോട് സ്പാനിഷ് ഭാഷയിൽ ചോദിച്ചു, വാട്ട് ഹാവ് വി ദെയർ? എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. ദ മെൻ വെയർ മെസ്റ്റിസോ. അത് ആരായിരുന്നു എന്നാണ് പറഞ്ഞത്? മെസ്റ്റിസോക്കാരായിരുന്നു എന്നാണ് പറയുന്നത്. മെസ്റ്റിസോക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഹാഫ് വൈറ്റ്, അവർ പകുതി വെളുത്തവരാണ്. ഹാഫ് ഇന്ത്യൻ ഹണ്ടേഴ്സ്, പകുതി ഇന്ത്യക്കാരുടെ പോലെയുള്ള വേട്ടക്കാരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളക്കാരുടെയും ഇന്ത്യക്കാരുടെയും ഇടയിലുള്ള ഒരു നിറത്തിലുള്ള ആളുകളാണ്. ദേ ടോൾഡ് മീ. അവർ എന്നോട് പറഞ്ഞു. ദേ കെപ്റ്റ് സെവറൽ ഹട്ട്സ്. അവർ ഇവിടെ ഒരുപാട് കുടിലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാട്ടിൽ എന്ന് പറഞ്ഞു. ഫോർ ദെയർ എക്സ്പെഡിഷൻസ്. അത് അവരുടെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കാട്ടിലൂടെയുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇവർ കാട്ടിലൂടെ സ്ഥിരം സഞ്ചരിക്കുന്ന ആളുകളാണ്. അവരുടെ അന്വേഷണത്തിന് വേണ്ടി അവർക്ക് താൽക്കാലികമായിട്ട് തങ്ങാനുള്ള ഒരു സ്ഥലം അവർ ഇവിടെ പലയിടത്തായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ദേ ന്യൂ എബൌട്ട് ദ ക്രാഷ്. ആ 3 പേർക്കും ഒരു വിമാന അപകടം ഉണ്ടായതിനെ കുറിച്ച് അറിയാമായിരുന്നു. വൺ ഓഫ് ദം ഹാഡ് ആക്ച്വലി ബീൻ ഇൻ സെർച്ച് പ്ലെയിൻ. അതിൽ ഒരാൾ തീർച്ചയായിട്ടും ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അന്വേഷിക്കുക തന്നെയായിരുന്നു. വിച്ച് ഫ്ലൂ ഓവർ ദ ജങ്ക്
ആഫ്റ്റർ ദ ആക്സിഡൻറ്റിന് ശേഷം കാട്ടിലേക്ക് വീണ ആ വിമാനത്തെക്കുറിച്ച് ഒരാൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വി കുഡ് സീ നത്തിങ്. പക്ഷേ ഞങ്ങൾക്ക് വിമാനത്തെക്കുറിച്ച് ഒന്നും അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്ന് അതിൽ ഒരാൾ പറഞ്ഞു. നോ പീപ്പിൾ. വിമാനത്തിൽ യാത്ര ചെയ്ത ഒരാളെയും, നോ റക്കേജ്, തകർന്ന ഒരവശിഷ്ടങ്ങളും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ദേ വാഷ്ഡ് മീ വിത്ത് സാൾട്ട് വാട്ടർ. അങ്ങനെ എൻ്റെ കാലിലുണ്ടായ മുറിവ് അവർ ഉപ്പുവെള്ളം കൊണ്ട് കഴുകി എന്ന് പറയുന്നു. അപ്പോൾ നല്ല മനുഷ്യരാണ്. ജൂലിയണ്ണയുടെ കാലുമ്പോൾ മുറി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അത് ഉപ്പുവെള്ളം കൊണ്ട് കഴുകി കൊടുത്തു. പുട്ട് സാൽവ് ഓൺ മൈ വൂണ്ട്സ്. അങ്ങനെ എൻ്റെ കാലിൽ എന്ത് കെട്ടി, മുറിവൊക്കെ അവർ തുടച്ച് കെട്ടി എന്നാണ് പറയുന്നത്. ദേ മെയ്ഡ് ഫ്രൂട്ട് മാഷ് ഫോർ മീ. അവർ ഒരു പ്രത്യേകതരം പഴം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പഴം പുഴുങ്ങി തന്നു എന്ന് പറയുകയാണ്. ബട്ട് ഐ വാസ് അണേബിൾ ടു ഈറ്റ്. പക്ഷേ എനിക്കത് കഴിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഏർലി നെക്സ്റ്റ് മോർണിംഗ്, അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ, ദേ ഗോട്ട് ദെയർ ബോട്ട് റെഡി. അവർ അവരുടെ ബോട്ട് റെഡിയാക്കി. ആൻഡ് ടുക്ക് മീ ഡൗൺ റിവർ. അങ്ങനെ എന്നെ നദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. മൈ റിവർ, എൻ്റെ ആ നദി, ഇറ്റ് വാസ് ദ ഷെബോയ. ആ നദിയുടെ പേരായിരുന്നു ഷെബോയ നദി. ബിക്കെയിം വൈഡർ. ആ നദി എന്താകുന്നു, വീതി കൂടി വരുന്നു. വീതി കൂടുന്നതിനനുസരിച്ച് സ്വിഫ്റ്റർ, അതിൻ്റെ വേഗതയും കൂടുന്നു. മോർ ഡേഞ്ചറസ്, വേഗത കൂടുന്തോറും നമുക്കറിയാം അത് അപകടം നിറഞ്ഞതാവുന്നു. ഐ ലുക്ക്ഡ് അറ്റ് ദ ഷോർ. ഞാൻ വീണ്ടും നദീതീരത്തേക്ക് നോക്കി. വെയർ, അവിടെ. ഐ വുഡ് ഹാവ് ഹാഡ് ടു വാക്ക്. എനിക്ക് നടക്കേണ്ടി വരുന്ന സ്ഥലങ്ങൾ ഞാൻ നോക്കി. ഐ സോ ഇറ്റ് ബിക്കെയിം മോർ ആൻഡ് മോർ ഇംപാസബിൾ. അപ്പോൾ ഞാൻ കണ്ടു കൂടുതൽ സങ്കീർണമായ ആ വഴിത്താരകളെ ഞാൻ നോക്കി. ഇറ്റ് ലുക്ക് അസ് അവേഴ്സ് ടു ഗെറ്റ് ദ ജംഗിൾ സെറ്റിൽമെൻറ്റ് ഓഫ് ടോർണാവിസ്റ്റ. അങ്ങനെ ഞങ്ങൾ കാട്ടിൽ ഇവരൊരു സെറ്റിൽമെൻറ്റ്, താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. കാട്ടിലെ ആ സ്ഥലത്തേക്കാണ് പിന്നീട് എന്നെ കൊണ്ടുപോകുന്നത്. കാട്ടിലൊരു ഗ്രാമമുണ്ട്, ആളുകൾ താമസിക്കുന്നത്. ആ ഗ്രാമത്തിലേക്ക് എന്നെ ഇവർ കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയതും പീപ്പിൾ ബിക്കെയിം റണ്ണിങ്. എന്നെ കണ്ട ആളുകൾ അവിടേക്ക് പാഞ്ഞു വന്നു. ഷൗട്ടിങ് ടു സ്റ്റെയർ അറ്റ് മീ. ആ കാട്ടിലെ ഗ്രാമത്തിലെ ആളുകൾ എന്നെ തുറിച്ചു നോക്കി. വൺ ഓഫ് മൈ റെസ്ക്യൂവേഴ്സ്, എന്നെ രക്ഷിച്ച 3 പേരിൽ ഒരാൾ എക്സ്പ്ലെയിൻഡ്, അല്ലേ, അവിടെ അവർക്ക് വിവരിച്ചു കൊടുത്തു, ആ നാട്ടുകാർക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ നാട്ടുകാർക്ക് മനസ്സിലായി. മൈ ഐസ് വെയർ ബ്ലഡ് ഷോട്ട്. എൻ്റെ കണ്ണ് ചുവന്ന് തുടുത്തിട്ടുണ്ടായിരുന്നു. ദേ ലുക്ക്ഡ് എൻറ്റയർലി റെഡ്. അല്ലേ, അവരുടെ എന്താണ്, മൈ ഐസ് വെയർ സോ ബ്ലഡ് ഷെഡ് ദേ ലുക്ക്ഡ് എൻറ്റയർലി റെഡ്. കണ്ണ് മൊത്തം എന്തായിരുന്നു, ചുവന്നിട്ടായിരുന്നു. മൈ ഫേസ് വാസ് ഡിസ്ഫിഗേർഡ്. ആൻഡ് എൻ്റെ മുഖമൊക്കെ ആകെ വാടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്വോളൻ, തടിച്ചു വീർത്തിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് ഷേപ്പ് ഫ്രം ദ ഇൻസെക്ട്സ് ബൈറ്റ്സ്. എന്താ ഇൻസെക്ട്സ് ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രാണികൾ കൊത്തിയിട്ട് എൻ്റെ മുഖത്ത് ഒരുപാട് വ്യത്യാസം വന്നിരുന്നു. മൈ ആംസ്, എൻ്റെ കൈകളും ആൻഡ് ലെഗ്സ്, കാലുകളും വെയർ പോക്ക്ഡ് വിത്ത് വോംസ് ലേഷൻസ്. അവിടെ നിന്ന് പ്രാണികൾ കുത്തിയതിൻ്റെ മുറിവ് വന്നിട്ട് അവിടെ നിന്ന് വ്രണം ഉണ്ടായിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഐ ലുക്ക്ഡ് ലൈക്ക് ലിവിങ് നൈറ്റ് മെയർ. ഞാനൊരു പേടി സ്വപ്നം പോലെ ഞാൻ അവിടെ എന്നെ കാണുമ്പോൾ എനിക്ക് തോന്നി. ബിക്കോസ് ടോർണാവിസ്റ്റ വാസ് ആൻ അഗ്രികൾച്ചറൽ കോളനി. ടോർണോവിസ്റ്റ എന്ന് പറയുന്ന ആ ഗ്രാമം അത് ഒരു കർഷക ഗ്രാമമായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാഡ് എ സ്മോൾ ഡിസ്പെൻസറി. എൻ്റെ മുറിവുണക്കാനുള്ള അല്ലെങ്കിൽ എൻ്റെ മുറിവിനുള്ള ഒരു ചെറിയൊരു ഡിസ്പെൻസറി, ഒരു ആശുപത്രി അവിടെ ഉണ്ടായിരുന്നു. വേർ ഐ വാസ് വാഷ്ഡ്. അവിടെ എത്തിയിട്ട് അവർ എൻ്റെ മുറിയൊക്കെ കഴുകി തന്നു. ആൻഡ് ട്രീറ്റഡ്, ചികിത്സിച്ചു. ദേ യൂസ്ഡ് എ സ്പെഷ്യൽ മെഡിസിൻ. അവരൊരു പ്രത്യേക മരുന്ന് ഉപയോഗിച്ചു ടു ക്ലീൻ, എൻ്റെ കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾ ഔട്ട് ദ വേംസ്, അതിലെ പുഴുക്കളെ, എന്താ വേംസ് പറഞ്ഞാൽ പുഴുക്കളെയൊക്കെ മാറ്റാൻ വേണ്ടി. ആൻഡ് ഗേവ് മീ ആൻ ഇഞ്ചക്ഷൻ. അങ്ങനെ അവർ എനിക്ക് എന്ത് നൽകി, ഒരു ഇഞ്ചക്ഷൻ നൽകി എന്നാണ് പറയുന്നത്. ടു കൗണ്ടറാക്ട് ഇൻഫ്ലമേഷൻ. ആ മുറിയിൽ നിന്നും അല്ലെങ്കിൽ ആ വേദനയിൽ നിന്നും അതിജീവിക്കാൻ വേണ്ടി എനിക്ക് ഇഞ്ചക്ഷൻ നൽകി. 11 1/2
ഡേയ്സ് ആഫ്റ്റർ അവർ ക്രാഷ്. അങ്ങനെ 11 ദിവസം കഴിഞ്ഞപ്പോൾ, വിമാനാപകടം നടന്നതിൻ്റെ 11 ദിവസം കഴിഞ്ഞപ്പോൾ, ഐ എഗെയിൻ ബോർഡഡ് എ പ്ലെയിൻ. അവർ വീണ്ടും എനിക്ക് ഒരു വിമാനം അറേഞ്ച് ചെയ്ത് തന്നു, പോകാൻ വേണ്ടിയിട്ട്, നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വിമാനം അറേഞ്ച് ചെയ്ത് തന്നു. എ സ്മാൾ ടിൻ എൻജിൻഡ്, ഒരു ചെറിയ എൻജിനായിട്ടുള്ള ഒരു മെഷീൻ വെച്ച് ഒരു വിമാനമായിരുന്നു അത്. അമേരിക്കയുടെ വിമാനമായിരുന്നു എന്നാണ് പറയുന്നത്. ബൈ സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക് നിയർ പുക്കാൽപ്പയിലെ വിമാനമായിരുന്നു എന്നാണ് പറയുന്നത്. ആ വിമാനത്തിൽ എന്നെ തിരിച്ചു കൊണ്ടുപോയി. വെയർ ആൻഡ് അമേരിക്കൻ ഡോക്ടേഴ്സ് ലുക്ക്ഡ് ആഫ്റ്റർ മീ. അല്ലെ, അങ്ങനെ പുക്കാൽപ്പയിലെ അമേരിക്കൻ ഡോക്ടേഴ്സുള്ള വലിയൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ മാറ്റുകയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഡയറക്ഷൻസ്, ഞാൻ പറഞ്ഞു കൊടുത്ത ദിശയും സൂചനകളും പ്രകാരം സെർച്ച് പ്ലെയിൻസ് ഫൗണ്ട് ദ റെക്കേജ്. അങ്ങനെ അവർ തകർന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അല്ലേ, അങ്ങനെ ഇവള് അമേരിക്കയിലേക്ക്, പുക്കാൽപ്പയിലേക്ക് എത്തി. അവിടെയാണ് അവളുടെ ഡാഡി ഉള്ളത്. ഡാഡി അറൈവ്ഡ്. അങ്ങനെ അവളുടെ പിതാവ് അവളെ അന്വേഷിച്ചു വന്നു. ടു സ്റ്റേ ബൈ എസൈഡ്, എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഹി ടോൾഡ് മീ വാട്ട് ഐ ഹാഡ് സസ്പെക്റ്റഡ്. ഞാൻ എന്താണോ സംശയിച്ചത് ആ വാർത്തയാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. എൻ്റെ അമ്മ മരിച്ചു എന്നുള്ള വാർത്ത. ഇത് അവളിൽ വളരെയധികം ദുഃഖമുണ്ടാക്കി. സെർച്ചേഴ്സ് ഫൗണ്ട് ദ ഇലക്ട്ര സ്കാറ്റേർഡ് ഓവർ 16 കിലോമീറ്റേഴ്സ്. അവളുടെ ഈ വിമാനം അവൾ സഞ്ചരിച്ച ഈ വിമാനം തെരഞ്ഞ ആളുകൾ പറഞ്ഞത് 16 കിലോമീറ്റർ വരെ അവർ അന്വേഷണം നടത്തി കാട്ടിൽ എന്നാണ് പറഞ്ഞത്. ദ കോസ് ഓഫ് ദ ക്രാഷ്, വിമാനം തകർന്നതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. എന്താണ്, ഹൗ ജൂലിയാനെ ഗോട്ട് സേഫ്ലി ഡൗൺ, ജൂലിയാനെ എങ്ങനെയാണ് സുരക്ഷിതമായി അവിടെ എത്തിയത് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും, തകർന്ന കാര്യങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും പിതാവിനോട് പറഞ്ഞു കൊടുത്തു. ദാറ്റ് ദ ഫോൾ ഓഫ് സം പീസസ് വാസ് cushioned by an enormous upward current of the air in the storm. അവൾ ആ തകർന്ന വിമാനത്തിൽ ഒരു കസേരയിൽ കുഷ്യന് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അവൾ ആ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ കാരണം ആ സീറ്റാണ്. ആ സീറ്റിൽ എങ്ങനെയാണ് അവൾ വന്ന് പതിച്ചത് എന്നുള്ള കാര്യമൊക്കെ അവളുടെ പിതാവിനോട് പറയുന്നു. പക്ഷെ ദയനീയമായ വാർത്ത എന്തായിരുന്നു? ആ വിമാനാപകടത്തിൽ അവളുടെ അമ്മ മരിച്ചു എന്നുള്ളതാണ് ആ വാർത്ത, ദുഃഖകരമായ വാർത്ത. ആ വാർത്ത അവളുടെ അച്ഛൻ അവളെ അറിയിച്ചു. ഇതോടുകൂടി ആ ചാപ്റ്റർ ഇവിടെ കഴിയുന്നു. നന്ദി, നമസ്കാരം.